ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി 1/4 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാമേ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണേ, ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്, ലൂസായി പോകാനിടയുണ്ട്. നമ്മൾ ഗോതമ്പപ്പം ദോശയൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ ആയിരിക്കണം ഇതിൻ്റെ ബാറ്റർ. നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി ഈ ദോശമാവിൻ്റെ പരുവത്തിലിരിക്കണം. നമ്മൾ ഗോതമ്പപ്പൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ ഇരിക്കണം. ഞാനിതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് വഴട്ടിയെടുക്കാമേ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ഒരു പച്ച ഫ്ലേവർ ഒന്ന് മാറാനെ നന്നായിട്ട് ഇതിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാമേ. ഇനി ഇതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാമേ. ഈ പച്ചമുളകും കറിവേപ്പിലയും അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ക്യാരറ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഏറ്റവും കുറച്ചിട്ടിരിക്കുകയാണ്. ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനിടയുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഈ പൊടികൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി. അതിനുശേഷം ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാമേ. ഈ പൊടികൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവൂ. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലിട്ട്. ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാമേ. സവാളയും ടൊമാറ്റോയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വേണം എടുക്കാൻ. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാമേ. ഈ വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഈ വെജിറ്റബിളെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. രണ്ട് കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഈ കോഴിമുട്ട ഇതും കൂടി ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറയാൻ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇത് മതിയേ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാമേ. ഇനി ഇതിലേക്ക് ഇത് കോരി ഒഴിച്ചു കൊടുക്കാമേ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം.
ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് ചേർത്ത് വെക്കാമേ, കാരണം ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ ഒന്ന് വെളിയിൽ പോകാതിരിക്കാൻ. ഇനി ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം രണ്ട് സൈഡ്. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ്സ് വെളിപ്പാനിടയുണ്ട്. ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. അത് ഒരു ബ്രൗൺ കളറൊന്നാക്കിയെടുക്കണം. അപ്പം നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ കഴിച്ചു നോക്കിയാലേ അറിയൂ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.